എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ബാക്ക് ഗ്ലാസ് മാറിയതിന് ശേഷം ഡെഡായി പോയ ഒരു ഐഫോൺ 11 ആണ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത്. ബോർഡിന്റെ കണ്ടീഷൻ മില്ലി ആംപിയർ കൺസ്യൂം ചെയ്ത് റിട്ടേൺ പോവാണ്. നമ്മൾ എന്തായാലും ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലോവർ ബോർഡിൽ NFC ആണ് ഡാമേജ് ആയിരിക്കുന്നത്. നമ്മൾ പുതിയൊരു മദർ ബോർഡ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ NFC കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അറ്റംപ്റ്റ് ഡാറ്റ റിക്കവറി എന്നുള്ളൊരു പേജിലേക്കായിരിക്കും പോവുക. പിന്നെ അതേപോലെ നെറ്റ്വർക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. ഈ സെറ്റ് കംപ്ലീറ്റ്ലി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ബോർഡ് എന്തായാലും സ്വാപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ലോവർ ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. ലോവർ ബോർഡിൽ വരുന്ന വൈഫൈ IC പിന്നെ അതേപോലെ ബേസ് ബാൻഡ് CPU EEPROM ഈ 3 ICകളും നമ്മൾ പുതിയ മദർ ബോർഡിലേക്ക് സ്വാപ്പ് ചെയ്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ഈ റീബോൾ ചെയ്യുന്ന ഈ ഒരു IC ആണ് EEPROM എന്ന് പറയുന്നത്. കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും ഇത് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നെറ്റ്വർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതേപോലെ ടെക്നീഷ്യന്മാരുടെ അടുത്ത് പറയാനുള്ളത് ബാക്ക് ഗ്ലാസ് മാറുന്ന ടൈമിൽ ഫുള്ളായിട്ട് ഡിസസംബിൾ ചെയ്തിട്ട് ബാക്ക് ഗ്ലാസ് മാറുക. അല്ലാത്ത പക്ഷം ഇതേപോലത്തെ പണികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്തായാലും ലോവർ ബോർഡും കാര്യങ്ങളൊക്കെ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. NFC ഡാമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ ബോർഡും കാര്യങ്ങളൊക്കെ ലോവർ ബോർഡ് സ്വാപ്പ് ചെയ്ത ബോർഡും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഐസോക്കറ്റിൽ വെച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്ത്. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കംപ്ലീറ്റ്ലി ഫംഗ്ഷൻ ഓക്കെയാണ്. മിഡിൽ ലെയറും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് റീഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. ക്യാമറ അതേപോലെ നെറ്റ്വർക്ക് വൈഫൈ അങ്ങനെ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. എല്ലാ ഫംഗ്ഷൻസും ഓക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.